ഇത് മാസ് മോട്ടോഴ്സിൻ്റെ സർവീസ് വീഡിയോ ഉണ്ടോ? ഹോണ്ട ആക്റ്റീവയാണ്, ആക്റ്റീവ 3G വണ്ടി. അപ്പോൾ അതിൻ്റെ ജനറൽ സർവീസായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ ബാക്ക് ബ്രേക്ക്, ടയറിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം, ലിങ്കിൻ്റെ സസ്പെൻഷൻ, അത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം. അപ്പോൾ അത് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ, ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ കറക്റ്റ് ആ ബ്രേക്ക് ക്യാമിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓയിൽ ലീക്കായി തുടങ്ങിയേക്കുന്നതാണ്. ആരംഭമാണ്, പക്ഷെ നിലവിൽ വീലിൻ്റെ ബെയറിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ കയ്യോടെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെ കൂടി നമുക്കുള്ളത് 120 മില്ലി ഓയിലാണ്. ഈ ഗിയർ ട്രാൻസ്മിഷൻ യൂണിറ്റിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷനായിട്ട് ഉപയോഗിച്ചാൽ 120 മില്ലി ഓയിൽ മാത്രമേ ആകെ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ ഒരു പക്ഷേ ചിലപ്പോൾ കിടക്കണമെന്നില്ല, കാരണം ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അപ്പോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് കേട്ടോ. അത്യാവശ്യം ഈ സൈഡിൽ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ കട്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നിലവിൽ വലിയ പഴക്കം തോന്നുന്നില്ല, പക്ഷേ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അതുമ്പോൾ കിടക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് തീരെ മോശമെന്നൊന്നും പറയാവുന്ന കണ്ടീഷനൊന്നും ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഈ സർവീസ് നമുക്കൊന്ന് കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. കമ്പനി പാർട്സാണ് എപ്പോഴും നല്ലത് ഉപയോഗിക്കുന്നത്. വണ്ടിക്ക് കംപ്ലയിൻസ്, ഡാമേജ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് ഇത് കിടക്കുന്ന സമയത്ത്. കാരണം വെച്ചാൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഈ എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് ഫിൽറ്ററിങ് നടക്കാതെ വരുമ്പോൾ ഈ കാർബറേറ്ററിൽ നിന്ന് കൂടുതൽ പെട്രോൾ വലിച്ച് എഞ്ചിൻ ഹെഡിലേക്ക് ഇറക്കും. അങ്ങനെ പൊല്യൂഷൻ, അത് കരിയുടെ അളവ് കൂടും ഹെഡിനകത്ത്. അതൊക്കെയാണ് ഈ എയർ ഫിൽറ്റർ മാറ്റിയിട്ടാലുള്ള പ്രോബ്ലംസ്. കുറഞ്ഞ എയർ ഫിൽറ്റർ കിട്ടുന്നത് ഇത് പെട്ടെന്ന് ഈ പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവും. അതാണ് സംഭവിക്കുക. കമ്പനി ഫിൽറ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പേപ്പറിൻ്റെ ഇവിടെ ചെറിയൊരു പഞ്ഞി പോലത്തെ ഒരു ഐറ്റം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതുമ്മ പൊടി അടിയും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഒരിക്കാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അത് കുറവാണ്, അങ്ങനത്തെ കണ്ടീഷനില്ല. നിലവിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിടാം, പക്ഷേ അടുത്ത സർവീസിൽ എന്തെങ്കിലും എടുത്ത് കളയണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു നോക്കുമ്പോൾ നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ ഒന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയുണ്ട് നല്ല രീതിയിൽ. അതൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ റോളർ വെയിറ്റ്, പിന്നെ ബോസ് ഡ്രൈവ് ഒക്കെയാണത്. നിലവിൽ സാധാരണ രീതിയിലുള്ള തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഓക്കെയാണ്. ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബാക്ക് ടയറിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു അടച്ചിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലാപ്പ് കിടന്ന് ടച്ച് ആയിക്കൊണ്ടിരുന്നതാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റാണത്. ക്ലച്ച് ഷൂവും അതിൻ്റെ ഉള്ളിൽ വന്നത് റോളർ പിന്നായിട്ട് മുക്കൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം മൂവിങ് പാർട്സ് വെച്ചൊരു കൂടുതലുള്ള ഒരു യൂണിറ്റാണത്. നിലവിൽ വർക്കിംഗ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ 10,000 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് അത്യാവശ്യം. അപ്പോൾ നിലവിൽ ഇത് വലിയ പ്രശ്നം കാണണമെന്നില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ അഴിക്കോ മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെട്ടൊക്കെ വെട്ടി അഴിച്ചാൽ അതിൻ്റെ ഒരു സിമ്പിളൊക്കെ കാണുന്നുണ്ട്. ക്ലച്ച് ഷൂ പുതിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. KWP എന്ന് പറഞ്ഞിട്ട് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കുന്നത്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഡീപ്പായിട്ടുള്ള പൊട്ടലൊന്നും നിലവിലില്ല. ഈ ബെൽറ്റ് തന്നെ നമുക്കൊരു 10,000 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഓടിക്കാവുന്നുള്ളൂ. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് വണ്ടി ഏകദേശം ഒരു 40 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 40-45 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ത്രോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുക ചെറുതായിട്ടൊരു മിസ്സിങ് കാണിക്കേണ്ടായിരുന്നു. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇതിനകത്ത് തന്നെ സ്ലോ ജെറ്റ് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഫംഗസ് പോലെ പിടിച്ചിട്ട്. അതിന് പെട്രോളിൽ വന്ന കെമിക്കലിൻ്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫംഗസ് പോലെ വന്നിട്ട് ഈ ഹോള് വളരെ ചെറിയ സെൻസിറ്റീവായിട്ടുള്ള ചെറിയൊരു ഹോളാണത്. ആ ഹോള് ബ്ലോക്ക് ആയേക്കാണ്. ഈ യൂണിറ്റ് ക്ലീൻ ചെയ്ത് നോക്കാം, പക്ഷെ മാറ്റിയിടുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 75-6 ഇഞ്ചൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയും. അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്നൊരു യൂണിറ്റാണ്. അതാണ് പെട്രോളിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പെട്രോൾ ആവശ്യത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ വന്ന് ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഈ യൂണിറ്റാണ്. അത് ശരിക്കും ഇതേപോലെ തന്നെ ഒരു ഫംഗസ് പിടിച്ചാൽ ഒരു കണ്ടീഷനിലാണ് നിൽക്കുക. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരാം. സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ പെട്രോൾ പൈപ്പ് പൊട്ടിയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പെട്രോൾ ഓവർഫ്ലോ വന്നത് വണ്ടി ഓട്ടത്തിലായിരിക്കും ഓവർഫ്ലോ വരാം. നമുക്കത് അറിയാൻ പറ്റില്ല, കാരണം ഇത് പെട്രോൾ ടാപ്പല്ല, വാക്യൂം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ
വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് പെട്രോൾ ഇറങ്ങി വരുള്ളൂ കാർബണിലേക്ക്. അത് റൺ ചെയ്ത് നമ്മൾ പോണതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അടിയുടെ പൈപ്പിൽ കൂടെ പോയാലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഒരു സേഫ്റ്റിയുടെയും കൂടി ഒരു ഭാഗമാണ്. അപ്പോൾ അതൊന്നും മെയിനായിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാറ്റിയിടാം. ഏകദേശം ഒരു 185 രൂപ 200 രൂപ ആ റേഞ്ചാണ് വരുള്ളത്. നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം ഒരു പൗഡർ പോലെ, വെള്ള പൗഡർ പോലെ പിടിച്ചിരിക്കുന്നുണ്ട്. അത് ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ റെഡി ആയിക്കോളും. അതൊക്കെയാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മളത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വന്നത് ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ നിലവിൽ ഈ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴാലും അത്യാവശ്യം പ്ലേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബുഷ് അടക്കിയപ്പോഴോ അത് കുറഞ്ഞതായിരിക്കണം ഈ ഇട്ടേക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടും സാധാരണ ഇങ്ങനത്തെ അല്ല ബോൾട്ട് കാര്യങ്ങളൊക്കെ വരാറ്, കമ്പനി ബോൾട്ട് അല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിലവിൽ ഈ ഗ്രീൻ ബുഷ് ഇവിടെ വന്ന കുഷൻ ബുഷും ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് അത്ര കംഫർട്ടല്ല. കാരണം ഞാൻ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. ആ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബുഷുകളും കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് ഒരു പാളിച്ച പോലെ കാണിക്കണേൻ്റെ കേസ്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ ടയർ യൂസ് ചെയ്താണ്. ഈ ടയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് പറ്റിയ ടയറല്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ എന്തായാലും നമ്മളിത് വാങ്ങിച്ചേക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യും. ബാക്കിലെ ടയർ എന്തെങ്കിലും തീർന്ന് നിൽക്കണേ, ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് കമ്പനി ടയർ, അതായത് സാപ്പർ എന്ന് പറയുന്ന മോഡലാണ്. ആ സാപ്പർ എന്ന് പറയുന്ന മോഡൽ നമുക്ക് മേടിച്ചിട്ട് പുതിയത് എന്തെങ്കിലും ബാക്കിലെ ടയർ വലിയ താമസമില്ലാണ്ട് തീരും. ആ തീരണ സമയത്ത് ഈ ടയർ ബാക്കിലേക്ക് ഇട്ടതിന് ശേഷം ഇത് രണ്ടും സെയിം അളവാണ്, 10 ഇഞ്ചിൻ്റെയാണ്. 90-110 ഫ്രണ്ടും വരുന്നത്, ബാക്കും വരുന്നത്. അപ്പോൾ ഇത് ബാക്കിലേക്ക് ഡിസ്കേ പാടി അഴിച്ചിടാം, പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. അത് സാപ്പർ മോഡൽ, കമ്പനി വന്ന മോഡൽ കേട്ടോ. അപ്പോൾ വണ്ടി നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാനായിട്ട് സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ കോൺസെപ്റ്റ് ഒക്കെ മാറിയാലും നമുക്ക് ആ ഹാൻഡിലും ഒരു ബലം ഫീൽ ചെയ്യും. ഒന്ന് ഈ ടയറിൻ്റെ പ്രശ്നമുണ്ട്, ബാക്കിൽ ടയർ ഗ്രിപ്പ് കുറവുള്ളത് കൊണ്ടും 2 കേസും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2021 മോഡൽ കേട്ടോ. 2021 ആണ്ടിലെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. 12.99 വരെ വന്നുണ്ട്. അത് അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട്. അപ്പോഴും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. 2021 മോഡൽ വണ്ടി ബാറ്ററിയാണ്, 3 വർഷം ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട്. പ്ലഗ് നമുക്കിപ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പ്ലഗ് ഒന്ന് ഇട്ട് നോക്കാം. മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പോയിൻ്റ് മൈന്യൂട്ടായിട്ട് കുറവുണ്ട്. അപ്പോൾ ട്യൂണിങ് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എയർ ഫിൽറ്റർ പ്ലഗ് കൂടിയാണ് മാറ്റിയിടേണ്ടത്. അപ്പോൾ ശരിക്കും ഈ എയർ ഫിൽറ്റർ പ്ലഗും മാറ്റിയതിന് ശേഷം കാർബറേറ്റർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗത്തെ കംപ്ലൈൻറ്റാണ് റെഡി ആയി പൊക്കോളൂ കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ വലിയ പഴക്കം തോന്നാത്തത് കൊണ്ടും വലിയ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. കമ്പനിയായിട്ട് അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇത് എവിടെയായിട്ടാണ്, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അത് ഫോം ടൈപ്പാണ്. അത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. ശരിക്കും പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 50 രൂപ താഴേക്ക് നമുക്ക് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തിട്ടുള്ളതുണ്ട്. നിലവിൽ നമുക്ക് മാറ്റിയിടേണ്ട പാർട്സ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഫോം ഫിൽറ്റർ മാറണം. പിന്നെ പ്ലഗും ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ പ്ലഗ് മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെ കാർബറേറ്ററിൽ വന്ന ആ സ്ലോ ജെറ്റും അതേപോലെ തന്നെ ഓവർഫ്ലോ നീഡിലിൻ്റെ ഈ ഒരു ഐറ്റംസ് അത് ആവശ്യമാണെങ്കിൽ മാത്രം മതി. സ്ലോ ജെറ്റ് എന്തെങ്കിലും മാറ്റിയിടണമെന്ന് സേഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ഇത് മാറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റുകൾ, ഗ്രീൻ ബുഷ്, ഹാൻഡിലിൻ്റെ ബെയറിങ്, അത്രയായിട്ടാണ് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് എത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അവർക്ക്. പിന്നെ ഈ സൈഡിലെ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനവ് ലീക്ക് ഉണ്ട്. പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ നനവിൻ്റെ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് സൈഡ് ഇപ്പോൾ ലീക്ക് ഉണ്ട്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് അടിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് നെക്സ്റ്റ് സർവീസിൽ കിടക്കാനും സാധ്യതയില്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണോ വേണ്ടതെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ റെഡിയാക്കി ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. കാരണം വെച്ചാൽ അത്യാവശ്യം അത് ചെയ്തിട്ട് ഒരു ഇച്ചിരി താമസം വന്ന വർക്കാണ്. എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് ആവുള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.
പിന്നെ അതിനകത്ത് പറയാൻ വിട്ടൊരു കേസുണ്ട്. നമുക്ക് സ്പീഡോമീറ്റർ മെക്കാനിസം ഉണ്ടല്ലോ ഈ യൂണിറ്റ്, അത് നമുക്ക് സെറ്റപ്പാടി മാറേണ്ടി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്ററാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമുക്ക് അസംബ്ലി ആപ്പാടിയാണ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ആ എസ്റ്റിമേറ്റിനകത്ത് പെടുത്തിയേക്കാം. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കേസും എയർ ഫിൽറ്ററിൻ്റെ കേസൊക്കെ, ഗിയർ ബോക്സ് ബെയറിങ്ങിൻ്റെ കേസും, അതായത് ഓയിൽ ലീക്ക് പറഞ്ഞിരുന്നല്ലോ ഈ സൈഡിലെ, അതിൻ്റെയും ഈ എയർ ഫിൽറ്ററിൻ്റെയും കേസും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ എസ്റ്റിമേറ്റിൽ ഞാൻ പെടുത്താമേ. ഈ പ്ലഗും എസ്റ്റിമേറ്റിലേക്ക് ഇട്ടേക്കാം, ആവശ്യമാണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ.